ഫ്രാൻസിൽ ജൂതവിരുദ്ധത വർദ്ധിക്കുന്നുവെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആരോപണം തള്ളി പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ജൂതവിരുദ്ധ രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് മക്രോൺ പറഞ്ഞു. ഇത്തരം നിലപാടുകൾ ഫ്രാൻസിനെ തന്നെ എതിരാണെന്നും മക്രോൺ ബെഞ്ചമിൻ നെതന്യാഹുവിന് എഴുതിയ കത്തിൽ ചൂണ്ടിക്കാട്ടി. ഫ്രാൻസിൽ യഹൂദർക്കെതിരായ ആക്രമണങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് US സ്ഥാനപതി ചാൾസ് കേഷണർ പ്രസിഡന്റ് മാക്രോണിന് കത്തെഴുതിയിരുന്നു. കത്ത് എഴുതിയ സ്ഥാനപതിയുടെ നിലപാടിനൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുകയും ചെയ്തു. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു സമാന ആവശ്യമുന്നയിച്ച് കത്തെഴുതിയിരുന്നു. 2 കത്തുകൾക്കും പിന്നാലെയാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രതികരണം. ഇത്തരം ആരോപണങ്ങൾ ഫ്രാൻസ് എന്ന രാഷ്ട്രത്തിന് തന്നെ എതിരാണെന്നും ഇമ്മാനുവൽ മാക്രോൺ ബെഞ്ചമിൻ നെതന്യാഹുവിന് എഴുതിയ കത്തിൽ അറിയിച്ചു. ജൂതവിരുദ്ധത എന്ന ആശയം രാഷ്ട്രീയ ആയുധമാക്കരുതെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും ഇമ്മാനുവൽ മാക്രോൺ ഓർമ്മിപ്പിച്ചു. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തിൽ പാലസ്തീനെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് നിലപാടെടുത്തതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കത്ത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.